നമ്മളിത് ഓടിയാണ് ജീവിക്കുന്നത്. ഇതില്ലെങ്കിൽ നമ്മൾ പട്ടിണിയാണ്. ഒരു കേസ് ഇറക്കിയാൽ അല്ലെങ്കിൽ ഒരു ലോഡ് കയറ്റി ഇറക്കിയ ചെയ്താലുള്ള കൂലികളെ നമുക്കുള്ളൂ. 30 വർഷം കൊണ്ട് ഇവിടെ വാഹനം ഓടിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ ജീവിത പ്രശ്നമാണ്. ഒരുപാട് കുടുംബങ്ങൾ പട്ടിണിയാവുന്നു. നമസ്കാരം, ഇത് ആറ്റിങ്ങൽ ബിവറേജ് ഗോഡൗണാണ്. ഇവിടെ എന്തൊക്കെ വിഷയം നടക്കുന്നതെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ചേട്ടാ, എന്താ വിഷയം എന്താണ്? കാര്യം പറ, സംസാരിക്കട്ടെ. കാര്യം പറഞ്ഞോ. നമ്മുടെ ജോലിയില്ല, ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിഷയങ്ങൾ. എങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാവങ്ങളെ നമുക്ക് ഇവിടെ ഇപ്പോൾ ജോലിയില്ല. നമ്മളെ ഇവിടെ ചെയ്തു തരുന്ന ആ ജോലി നമുക്ക് ഇവിടെ ജോലിയാണ്, അല്ലെങ്കിൽ നമ്മളെ കുടുംബം വഴിയാതരാവും. ഇവര് സുപ്രഭാതത്തിൽ ഇത്രയും കൊല്ലങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്ന ഇവർ സുപ്രഭാതത്തിൽ ഇപ്പോൾ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകും. 40 വർഷക്കാലം പഴക്കമുള്ള ഒരു ഗോഡൗൺ. നമ്മൾ പണ്ട് കാലം കൊണ്ട് ഞങ്ങൾ പൂർവ്വീകരായിട്ട് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മാറി പെൻഷനായി പോയി. ഞങ്ങൾ അച്ഛൻ, അമ്മ, സഹോദരങ്ങളെല്ലാം ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. എല്ലാവരും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സുപ്രഭാതത്തിൽ ഇവിടെ 22 കടകളുള്ളടത്ത് ഞങ്ങൾക്ക് ഇപ്പോൾ 6 കടയുള്ളൂ. നേരത്തെ കഴിഞ്ഞ വർഷം മേനംകുളത്ത് 2 കൊല്ലത്തിന് മുമ്പ് കട വന്ന് ഇവിടെ നിന്നുള്ള കടയാണ് 6 കട എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിരന്തരം 45 പേർക്ക് ജോലിയില്ല. പിന്നെ ഇപ്പോൾ 2 കടയും കൂടെ വന്ന് ആ 2 കടയും വീണ്ടും എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ എല്ലാവരും 3 പാർട്ടി സഹകന്മാർ പറയുമ്പോൾ പോവില്ല കുഴപ്പമില്ല, നിങ്ങൾ ജോലി ചെയ്തോ. പക്ഷെ നമുക്ക് ജോലിയില്ല. നമുക്ക് ഇവിടെ 30,000 40,000 ജോലി ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങളിപ്പോൾ എടുക്കണം 6,000 രൂപ 4,000 രൂപ. ഞങ്ങൾ എങ്ങനെ പഠിക്കാം? BA-ക്കും MA-ക്കും പഠിക്കുന്ന കുട്ടികളാണ് ഞങ്ങൾ ഈ ചെമ്മടെടുത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞാൻ ഈ കണക്കിന് ജീവിതം മാർഗം പോകണമെങ്കിൽ ഞങ്ങൾ ഇവിടെ പലതും ചെയ്യും. ആത്മഹത്യക്ക് വക്കിലാണ് എല്ലാവരും നിൽക്കുന്നത്. പല ഇതിലും കടകളും കാര്യങ്ങളാണ് ഈ ഗോഡൌണിൽ സാധനം പോയിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലക്ക് കംപ്ലീറ്റ് ഇവിടുന്നാണ് ഇഷ്യൂ ചെയ്തത്. മാത്രം വിഷയമല്ല. കാരണം ഈ ഡിസ്ട്രിബ്യൂഷൻ പോകുന്ന ഒരുപാട് വണ്ടിക്കാരുടെയും പ്രശ്നമാണ് അല്ലേ ചേട്ടാ? നിങ്ങളുടെയും തൊഴിൽ പോകും. 10-30 വർഷം കൊണ്ട് ഇവിടെ വാഹനം ഓടിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ ജീവിത പ്രശ്നമാണ്. ഒരുപാട് കുടുംബങ്ങൾ പട്ടിണിയാവുന്നു. 11 വണ്ടിയുണ്ട്. നമ്മളിത് ഓടിയാണ് ജീവിക്കുന്നത്. ഇതില്ലെങ്കിൽ നമ്മൾ പട്ടിണിയാണ്. നിങ്ങളുടെ അവസ്ഥ ഇപ്പോഴും ഓട്ടം കുറഞ്ഞല്ലേ? എല്ലാം കിട്ടുകയാണ്. കാലത്ത് ഒരു 3 മണി കഴിയുമ്പോൾ 1, 2, 3 ബില്ല് കയറും. അത്ര തന്നെ. നിങ്ങൾ ഈ വണ്ടിയൊക്കെ ലോണൊക്കെ എടുത്ത് വാങ്ങിച്ചതല്ലേ? ലോണൊക്കെ അടക്കണ്ടേ? ആരുടെ വ്യക്തി താല്പര്യം വല്ലതും ആണോ? ഇത് ആദ്യം 40 വർഷമായി ഈ ഗോഡൗണിലൂടെ വന്നിട്ട് അതിനുശേഷമാണ് നെടുമങ്ങാട്, ബാലനാപുരം, ഇപ്പൊ ഇവിടെ മേനംകുളം. ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇപ്പൊ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മേനംകുളം തുറന്നപ്പോഴത്തേക്കാണ്. മേനംകുളം തുറന്നപ്പോഴത്തേക്ക് ഞങ്ങളെ 12 ഷോപ്പുണ്ട്, ഒരു കൺസ്യൂമർ ഫെഡുണ്ട്, പിന്നെ ബാറുകളുണ്ടായിരുന്നു. ഇപ്പൊ അവരൊക്കെ ആ ഗോഡൗൺ തുറന്നപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് 6 കടയും. അതൊന്നും ഞങ്ങൾ തൊഴിലാളികളായിട്ട് സംസാരിച്ചോ എടുത്തതൊന്നും അല്ല തീരുമാനമാണ്. യൂണിയൻ നേതാക്കളെടുത്ത് അവർ സംസാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. തൊഴിലാളികൾ അറിഞ്ഞിട്ടില്ല. അറിയാതെയാണ് ഈ 6 കടയും അതിൽ വേണ്ടപ്പെട്ട ബാറുകളും മറ്റു കാര്യങ്ങളെല്ലാം അങ്ങ് പോയതിനു ശേഷം വെറും 6 കടകളെ നമുക്കുള്ളായിരുന്നു. അത് ഞങ്ങൾ യൂണിയനുമായിട്ട് സംസാരിച്ച് ഇവിടെ അന്നൊരു സമര പരിപാടികളൊക്കെ നടത്തി. യൂണിയൻ്റെ വേണ്ടപ്പെട്ട നേതാക്കന്മാരെല്ലാം 3 ട്രേഡ് യൂണിയൻ്റെ നേതാക്കൾ വന്നു. RM-നെ അറിയിച്ചു. ഇവിടുത്തെ മാനേജരും RM ഞങ്ങളെല്ലാം കൂടെ കൂടിയിരുന്ന ഒരു തീരുമാനം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിലുള്ള കടകൾ നിങ്ങൾക്ക്, അതായത് ഈ 6 കടകൾ ഇനി ഒരു കാരണവശാലും പോകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്കിവിടെ തന്നത്. അതിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ പണി ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഈ 6 കടകളും ബാറുകൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ എടുക്കാം, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് എടുക്കാം. കൺസ്യൂമർ ഫെഡിനും ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ വേറെ അവരെ സൗകര്യം അനുസരിച്ച്. അപ്പം ഇത് ചെയ്തുകൊണ്ട് ഇപ്പം നിലവിൽ നിന്നപ്പോൾ ഞങ്ങൾ പോലും അറിയാതെ ഇപ്പം 2 കട വീണ്ടും ഒരു സുപ്രഭാതത്തിൽ 2 കട ഇവിടെ നിന്ന് പെട്ടെന്ന് ഞങ്ങൾ അറിയിക്കുകയോ ഞങ്ങളെ നേതാക്കളൊന്നും അറിഞ്ഞതായിട്ട് നമുക്കറിയാൻ കഴിയുന്നില്ല. ഫിക്സഡ് റേറ്റ് അല്ല. നമുക്ക് ജോലി ചെയ്യുന്നതനുസരിച്ചാണ് കൂലി. നമ്മൾ മാസ വരുമാനമാണെങ്കിൽ നമുക്ക് ജോലി ചെയ്യുന്ന അനുസരിച്ച് ജോലി ചെയ്തില്ല ഇന്ന് കൂലിയില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടെ ലേബലിംഗ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ലേബലിംഗ് തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു. ലേബലിംഗ് തൊഴിലാളികളെയൊക്കെ എല്ലാ സ്ഥലത്തും സ്ഥിരപ്പെടുത്തി. ഇപ്പം കൂലിക്ക് വല്ലാതെ നിന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അന്നന്ന് ഒരു കേസ് ഇറക്കിയാൽ അല്ലെങ്കിൽ ഒരു ലോഡ് കയറ്റി ഇറക്കിയ ചെയ്താലുള്ള കൂലികളെ നമുക്കുള്ളൂ. അപ്പം നിലവിൽ ഈ 2 കൂടെ പോയാൽ പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ 4 കടയെ വരൂ. ഈ 45 തൊഴിലാളികൾ ഉൾപ്പെടെ 45 തൊഴിലാളികളാണ്. ഈ 4 കടയ്ക്ക് വേണ്ടി ഈ ഗോഡൗൺ വാടക കൊടുത്ത് ഇവർ ഇരുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനിടയിൽ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു പ്രശ്നം പറയുന്നുണ്ട്. ഇവർ ഫയർ ആൻഡ് സേഫ്റ്റി ഇല്ല പറയുന്നുണ്ട്. അത് ഫയർ ആൻഡ് സേഫ്റ്റി ശരിയാക്കി കൊടുക്കാമെന്ന് ഈ ഗോഡൗൺ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന സൊസൈറ്റിയാണ്. സൊസൈറ്റി പറയുന്നുണ്ട് ഞങ്ങൾക്ക് വാടക മാറ്റി തന്നാൽ ഞങ്ങൾ ഫയർ ആൻഡ് സേഫ്റ്റി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്.
പക്ഷേ ഇതൊന്നും ഇവിടെ ഇപ്പൊ ഈ നിലവിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന മാനേജ്മെന്റിന്റെ ഇത് വെച്ച് ഇവര് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഈ 45 അറിയിച്ചല്ല ഒരു കാര്യം ഇവിടെ ചെയ്യുന്നത്. നേരത്തെ മാനേജ്മെന്റ് ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സംസാരിക്കും, സംഭവിക്കുകയാണ് ഇപ്പൊ എല്ലാ കാരണവും ഞങ്ങളെ തലയിലാണ്. ഞങ്ങളെ സമയത്തൊന്നും ചെയ്യുന്നില്ല, നമ്മളെ സമയത്തൊന്നും നടത്തുന്നില്ല, ഓരോ ഷോപ്പുകളിൽ സാധനം ഇല്ലാതെ ഞങ്ങളെ കുറ്റം കൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. ഇതിനെപ്പറ്റി നമുക്ക് എഴുതാനും വേറൊരു വിഷയങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ ലേബൽ ഒട്ടിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ സ്കാനിങ്ങിന്റെ ഒരു പരിപാടി ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ സൗകര്യക്കേട് ഇവിടെ ഉണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷെ അതിനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ കൂടെ ചേർന്ന് വരുത്തുന്നുണ്ട്. അത് ഞങ്ങൾ കൂടെ സഹകരിച്ച് അത് വരുത്തിക്കുന്നുണ്ട്. ഇത് സ്കാൻ ചെയ്ത് സാധനങ്ങൾ ഒരു കടയ്ക്കുള്ള ആയതിനു ശേഷമേ ഇത് ഒരു ബില്ലിങ് ആവുള്ളൂ. അപ്പൊ അതായിക്കഴിഞ്ഞാൽ അപ്പോഴേ കയറ്റും. ഇപ്പം ഈ സ്കാനിങ് വന്നതിന് ശേഷം താമസിച്ച് വൈകുന്നേരത്താണ് സ്കാനിങ്ങിൻ്റെ ഇതായി വരുന്നത്. നെറ്റ്വർക്ക് കംപ്ലൈൻ്റ് ഒക്കെയാണ് പറയുന്നത്. മറ്റു മുകളിലോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞൂടാ. അപ്പം ചിലപ്പോഴത് 5 മണി 6 മണിയൊക്കെ 6-7 മണി ഞങ്ങൾ എത്ര മണി വരെ നിന്ന് ജോലിയാണ്. കാര്യം പണ്ടെന്ന് പറഞ്ഞാൽ ഈ ഗോഡൗൺ 7-8 മണിക്കാണ് അടയ്ക്കുന്നത്. ഓട സമയത്ത് അടപ്പ് പോലും ഇല്ല. വെളുക്കുന്നേരെയൊക്കെ നിന്ന് 12 മണി വരെയൊക്കെ നിന്ന് ചെയ്ത തൊഴിലാണ്. അന്ന് അങ്ങ് അറ്റം കാണുന്ന ഗോഡൗൺ അതില്ല. ഇവിടെ നിന്ന് എവിടം വരെ ഉള്ളൂ, അങ്ങ് അറ്റം ഇല്ല. അന്ന് ഈ തിരുവനന്തപുരം ജില്ലയിലെ മൊത്തവും സാധനവും പൊയ്ക്കൊണ്ടിരുന്നത് ഈ തൊഴിലാളികളാണ്. 45 തൊഴിലാളികളാണ് അന്ന് ഉള്ളത്. അതില് ഞങ്ങളെയൊക്കെ മാമന്മാരും എല്ലാ യൂണിയനും മൊത്തത്തിലാണ് അവരൊന്നും ഇടപെടുന്നില്ലേ? ട്രേഡ് യൂണിയൻ നേതാക്കൾ ഇടപെട്ടു. ഇതിപ്പോ അവര് പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അറിയാൻ സാധ്യത. നമ്മളവരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാമസഖാവ് ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ട്. ഞാൻ എന്താണെന്നുള്ള ഉടനെ തീരുമാനം നോക്കട്ടെ എന്ന് പറഞ്ഞ് അന്നും ഇതേപോലെ എല്ലാവരും പറയുമെങ്കിലും ചെയ്തെങ്കിലും അവർ പോലും അറിയാതെ കാര്യങ്ങളൊക്കെ നടന്നു. AITCയുടെ സെക്രട്ടറി വന്നിരുന്നു, INTCയുടെ സെക്രട്ടറി വന്നു. അവരൊക്കെ വന്ന് കണ്ടപ്പോഴത്തേക്കും അത് ഇവർ വിട്ടൊരു പരിപാടി ഒന്നും പറയുന്നില്ല. ഇവരെ അടിയിൽ കൂടെ ഉള്ള വേലകൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ഇതിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ 6000 രൂപയ്ക്ക് 3 ലക്ഷം രൂപ ബാങ്ക് ലോൺ ഉണ്ട് എനിക്ക് കേരള ബാങ്കിൽ. അതുപോലെ ഈ നിൽക്കുന്ന എല്ലാവരുടെയും കേരള ബാങ്കിൽ ലോണുണ്ട്. അന്ന് വർക്ക് നടന്ന സമയത്ത് പൈസയുടെ ശമ്പളത്തിന്റെ മൂല്യം അനുസരിച്ച് ബാങ്ക് ലോൺ കൊടുത്തു. 5 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ഒക്കെ കൊടുത്തു. അന്ന് നല്ല വർക്ക് നടക്കുന്ന സമയമൊക്കെ അല്ലേ. ഇന്നിപ്പോൾ ഇത് അവതാളത്തിലായപ്പോൾ ഇപ്പം ബാങ്കിൽ അടയ്ക്കാൻ നിവൃത്തിയില്ല. 7000 രൂപ വാങ്ങിച്ച ബാങ്കിനും അടച്ച് ബോർഡിൽ നിന്നും പൈസകൾ എടുത്തിട്ടുള്ളവരാണ്. അപ്പോൾ ആ പൈസ ബോർഡിൻ്റെ ഇതിൻ്റെയും പോയാൽ 1 രൂപ ഇല്ല. ഇന്നിപ്പോൾ 5-ാം തീയതി ശമ്പളം നമുക്ക് ആവും. ഈ 5-ാം തീയതി ശമ്പളം എടുത്താൽ ഈ 2 സ്ഥലത്ത് അടയ്ക്കാനേ ഉള്ളൂ. പിന്നെ അന്നത്തെ ചിലവിനോ നിത്യ കാര്യങ്ങളോ പിള്ളേരെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുവിധപ്പെട്ട എല്ലാവരും കുട്ടികളും പഠിക്കുകയാണ്. അപ്പം അതിന് വിദ്യാഭ്യാസത്തിനോ ആഹാര കാര്യങ്ങൾക്കോ ഡെയിലി ഉള്ള വന്നു പോക്കുകളോ ഒന്നും ഒരു ഇതില്ലാതെ നിൽക്കുകയാണ്. എല്ലാം കൈവെട്ടിയിരിക്കുകയാണ്. ഇതിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആരെങ്കിലും അത്രയ്ക്കും രീതിയിൽ പാവങ്ങളായി അല്ലെങ്കിൽ ഒരു നിവൃത്തിയില്ലാത്തവൻ ആത്മഹത്യയുടെ ശ്രമങ്ങളെ നോക്കുള്ളൂ. കാര്യം എൻ്റെ കടവട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അവന് വേറെ ജീവിത മാർഗ്ഗം. എന്തായാലും നമ്മൾ തൊഴിലാളികളുടെ സങ്കടങ്ങളെല്ലാം കേട്ട് വളരെ നമ്മൾ ആശങ്കപ്പെടുന്ന ഒന്ന് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ശമ്പളം കിട്ടിക്കിട്ടുന്ന ആൾ പെട്ടെന്ന് ഡൗൺ ആയിട്ട് ഒരു 6000-7000 രൂപ ആയിക്കഴിഞ്ഞാൽ കുടുംബം കൊണ്ടുപോകണ്ടേ? വെളിച്ചെണ്ണയ്ക്ക് 430 രൂപയാണ്. എല്ലാ സ്റ്റോറിലും പറയാറുണ്ട് വെളിച്ചെണ്ണയ്ക്ക് 430 രൂപ. അതുപോലെ ഓരോ കാര്യത്തിനും 100 ഗ്രാം വെളുത്തുള്ളിക്ക് വേണം 25 രൂപ. അങ്ങനെ നമ്മുടെ നിത്യോപയോഗ ചെലവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പാവപ്പെട്ടവരുടെ വയറ്റത്തടിച്ചുകൊണ്ടിരിക്കുന്നത്. ശമ്പളം വെട്ടിക്കുറച്ച് ഇപ്പോൾ ഗോഡൗൺ പൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറയുന്നത്. ഏതായാലും ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചുകൊണ്ട് ഇന്ന് എവരിനെ അടുത്ത ജീവിതം കണ്ടുപിടിപ്പിക്കാൻ എങ്ങോട്ട് പോകും? അടുത്തൊരു തൊഴിൽ കണ്ടുപിടിക്കണ്ടേ? എന്താണ് ഗവൺമെൻറ് അത്യാവശ്യമായി ഇടപെടണം. കാരണം വെച്ചാൽ ഈ പാവപ്പെട്ടവരുടെ കാര്യമാണ്. എല്ലാ യൂണിയൻപ്പെട്ട ആൾക്കാരുണ്ട്. BMS ഉണ്ട്, INTC ഉണ്ട്, CIT ഉണ്ട്. BMS ഇല്ല, AITC, INTC, CIT ഈ 3 യൂണിയൻ്റെ ആൾക്കാരുണ്ട്. ഇവർക്കെല്ലാം നേതാക്കന്മാരുണ്ട്. എല്ലാവരും ഇടപെടണം. ഇവരുടെ കാര്യങ്ങളൊക്കെ പരിഹരിക്കണം. ഒരാളെന്ന് പറഞ്ഞാൽ ഒരാളല്ല, അതൊരു കുടുംബമാണ്. അതുകൂടി ആലോചിക്കണം. സ്പെയിൻസ് വേണ്ടി ക്യാമറമാൻ അനീഷിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.